വേദപ്രതരം അല്ലെങ്കിൽ നമ്മൾ ലോക്കലായിട്ട് വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖം ഒരുപാട് സ്ത്രീകൾക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഇത് കാരണം വളരെയധികം ക്ഷീണവും മുടികൊഴിച്ചൽ, ശരീരത്തിന് കരിവാളിപ്പ്, നടുവേദന, നാഭിവേദന ഇങ്ങനെയുള്ള ഒരുപാട് പാർശ്വ ഫലങ്ങൾ കാണിക്കുന്ന ഈ അസുഖം ഒരു വലിയ ഉപദ്രവമായിട്ട് സ്ത്രീകൾ പറയാറുണ്ട്. വൈറ്റ് ഡിസ്ചാർജാണ് നമ്മൾ ഈ അസുഖത്തിൽ കാണുന്നത്. ഇങ്ങനെയുള്ള അസുഖം വരാനുള്ള മെയിൻ കാരണം ഒന്ന് നമ്മൾ വിറ്റമിൻ ഡെഫിഷ്യൻസി, സ്ത്രീകൾ കറക്റ്റ് നേരത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള മെയിൻ കാരണമാണ് ഇത് രണ്ടും. യൂറിനറി ഇൻഫെക്ഷൻ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ യൂറിനറി ഏരിയയിൽ നമുക്കൊരു ഇൻഫെക്ഷൻ വരുന്നത് തന്നെ ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാക്കുന്നു. എന്ന് മാത്രമല്ല ബോഡി ക്ഷീണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുമ്പം നമ്മൾ ലോക്കലായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള ബാത്റൂംസിലൊക്കെ പോകുമ്പം നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളും ഇൻഫെക്ഷൻസും പെട്ടെന്ന് വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ മൂത്രവേഗമാണെങ്കിലും മലവേഗമാണെങ്കിലും പിടിച്ചു നിർത്തരുത് എന്നാണ് നമ്മൾ പറയുന്നത്. കറക്റ്റായിട്ടുള്ള സമയത്ത് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പം ഏത് സ്ഥലത്താണെങ്കിൽ നമുക്ക് ലാട്രിൻസ് ഉപയോഗിക്കേണ്ടി വരുമ്പം അതൊരു ലോക്കലായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയ ശേഷം മാത്രമേ ബാത്റൂമിൽ പോകാൻ പാടൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് വളരെ കൂടുതലായിട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ അടിവസ്ത്രങ്ങൾ കറക്റ്റായിട്ട് ചെറിയ കുട്ടികളിലൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം കറക്റ്റായിട്ട് അവരുടെ അടിവസ്ത്രങ്ങൾ മാറ്റുന്നതിൽ അമ്മമാർ ശ്രദ്ധിക്കണം. ലേഡി ഹോസ്റ്റൽസിലൊക്കെ നമ്മൾ താമസിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ പറ്റുമെങ്കിൽ കുട്ടികൾ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത ശേഷം 1-2 തുള്ളി ഡെറ്റോളോ അതുപോലത്തെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫംഗലൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മരുന്നുകൾ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് അത് കുറച്ച് വെള്ളത്തിൽ 2-3 തുള്ളി ഉറ്റിച്ച് അതിലൊന്ന് ഈ അടിവസ്ത്രങ്ങൾ ഇട്ട് വെച്ച് വീണ്ടും നല്ല വെള്ളത്തിൽ, കാരണം ഇത് കെമിക്കൽസ് ആണല്ലോ ഇതൊക്കെ, അതുകൊണ്ട് വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകിയ ശേഷം നല്ല വെയിലത്തിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കുക. നനഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഇറുകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും കുറയ്ക്കുക. കാരണം ഇറുകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പം പെട്ടെന്ന് വിയർപ്പ് വരാനും ഈ വിയർപ്പും പൊടികളും ഒക്കെ തങ്ങി നിൽക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് കൃത്യനേരത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഉറക്കം കുറയുന്നതും പകലുറങ്ങുന്നതും ഒക്കെ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസിനെ കൂട്ടും. അധിക നേരം ഉറക്കളിച്ച് പഠിക്കുന്ന കുട്ടികളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലൂക്കോറിയൊക്കെ വരുന്നത് കാണാറുണ്ട്. അതിനൊരു കാരണം ക്ഷീണവും കൂടിയാണ്. ഇങ്ങനെ